കൊച്ചി എളമക്കരയിലെ ലോഡ്ജിൽ നിന്ന് ലഹരി വസ്തുക്കൾ പിടികൂടിയ കേസിൽ മോഡലിംഗ് രംഗത്തേക്കും അന്വേഷണം നീളുകയാണ്. അറസ്റ്റിലായ അൽക്ക ബോണി മോഡലിംഗ് രംഗത്തുള്ളവർക്കും ലഹരി കച്ചവടം നടത്തിയെന്നാണ് വിവരം. ലഹരി കച്ചവടത്തിൽ അൽക്കയുടെ പങ്കാളികളായി പ്രവർത്തിച്ചതും മോഡലിംഗ് രംഗത്തെ പെൺസുഹൃത്തുക്കളെന്നും പോലീസ് പറയുന്നു. ഇവർക്ക് ലഹരി എത്തിച്ചത് ഫാഷൻ മോഡലിംഗ് രംഗങ്ങളിലുള്ള ബോസ്, ഭായ് എന്നിവരെന്നാണ് സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചി, ബംഗളൂരു എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഡലിംഗ് കമ്പനികളും അന്വേഷണ പരിധിയിലുണ്ട്. കഴിഞ്ഞ ദിവസമാണ് എളമക്കരയിലെ ഒരു ലോഡ്ജിൽ നിന്ന് കൊക്കൈൻ, മെത്താഫെറ്റമിൻ, കഞ്ചാവ് അടക്കമുള്ള ലഹരി വസ്തുക്കളുമായി വരാപ്പുഴ സ്വദേശിനിയായ അൽക്ക ബോണി ഉൾപ്പെടെ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പ്രമുഖ മോഡലായ അൽക്കയെ കൂടാതെ തൊടുപുഴ സ്വദേശി ആഷിഖ് അൻസാരി, പാലക്കാട് സ്വദേശികളായ സൂരജ്, രഞ്ജിത്ത്, ഷൊർണൂർ സ്വദേശി മുഹമ്മദ് അസർ, തൃശൂർ സ്വദേശി അബിൽ ലൈജു എന്നിവരും പിടിയിലായിരുന്നു. ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ബംഗളൂരുവും കൊച്ചിയും കേന്ദ്രീകരിച്ച് മോഡലിംഗ് രംഗത്തിന്റെ മറവിലുള്ള ലഹരി ഇടപാടുകളെക്കുറിച്ച് വിവരം ലഭിച്ചത്. മോഡലിംഗ് രംഗത്ത് 2 വർഷമായി പ്രവർത്തിക്കുന്ന അൽക്കയുടെ നേതൃത്വത്തിലായിരുന്നു ലഹരി കച്ചവടം. പ്രതികളുടെ കണക്ക് പുസ്തകത്തിൽ ലഹരി വിതരണക്കാരുടെ സുപ്രധാന വിവരങ്ങളുണ്ടെന്നാണ് സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിൽ അൽക്ക ബോണിയുടെ ബംഗളൂരു ഫാഷൻ ഷോകളെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. ഫാഷൻ ഷോകൾക്കായുള്ള യാത്രക്കിടെ ഇവർ ലഹരി കടത്തിയിരുന്നുവെന്നാണ് എളമക്കര പോലീസ് സംശയിക്കുന്നത്. മാരകമായ ലഹരി വസ്തുക്കൾ ബംഗളൂരുവിൽ നിന്നാണ് കൊച്ചിയിലെത്തിച്ചതെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. അൽക്ക ഉൾപ്പെടെയുള്ള 6 പ്രതികളുടെയും സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ലഹരി കച്ചവടം നടത്തിയിരുന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. പിടിയിലായവരുടെ മൊഴിയിലുള്ള ബോസ്, ഭായി എന്നിവരെ കണ്ടെത്താനും ശ്രമം തുടങ്ങി. ഈ പേരുകൾ അന്വേഷണം വഴിതെറ്റിക്കാൻ പറയുന്നതാണോ എന്നും പോലീസ് സംശയിക്കുന്നു. ഇവർ ബോസ് എന്ന് വിളിക്കുന്നയാൾക്ക് പ്രതിദിനം 45,000 രൂപയാണ് ലഭിക്കുന്നതെന്നാണ് വിവരം. ലഹരി മരുന്ന് സ്വന്തം ഉപയോഗത്തിനും വിപണനത്തിനുമായി കൊണ്ടുവന്നതെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് 18 കൊച്ചി.